ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മളിത് ഇപ്പോൾ എംപോറിയം ഷോപ്പിംഗ് മാളിന്റെ ഫ്രണ്ടിൽ നിൽക്കുവാണ് കേട്ടോ. ഇവിടെ ബാങ്കോക്കിൽ പുതിയതായിട്ടൊരു കേരള റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ടുണ്ട്. കോക്കനട്ട് ആൻഡ് കറി ലീവ്സ് എന്നാണ് കേട്ടോ അതിന്റെ പേര്. ഇന്നായിരുന്നു അതിന്റെ ഇനോഗ്രേഷൻ. അപ്പോൾ അവിടെ നമ്മൾ ഇന്ന് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ രാവിലെ പോകാൻ പറ്റില്ല കേട്ടോ, കാരണം വർക്കിംഗ് ആയതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്ക് വർക്കിംഗ് ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ രാത്രി നമ്മളൊന്ന് അങ്ങോട്ടേക്ക് പോവാണ്. അവിടെ ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം, പിന്നെ എന്തെങ്കിലും ഫുഡും കഴിക്കാട്ടോ. ഇത്രയേ ഉള്ളൂ, കുഞ്ഞു വീഡിയോ ആയിരിക്കും. നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാം. ഈ പാർക്കിലാണ് കേട്ടോ നമ്മൾ നടക്കാൻ വരുന്നത്. ഇപ്പോൾ വന്നിട്ട് കുറേ ദിവസമായി. നടക്കാൻ തോന്നുമ്പോൾ വരുന്നത് ഇവിടെയാണ് കേട്ടോ. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ ഈ കാണുന്നതാണ് എംസ്പിയർ എന്ന് പറയുന്ന ഷോപ്പിംഗ് മാള്. ആക്ച്വലി ഈ ഒരു ഏരിയയിൽ 3 ഷോപ്പിംഗ് മാൾസ് അടുത്തുണ്ട് കേട്ടോ. എംസ്പിയർ, എംപോറിയം ആൻഡ് എം കോർട്ടിയർ. ഇത് 3 അടുത്തടുത്താണ്. അപ്പോൾ ഈ ഒരു എംസ്പിയർ ഷോപ്പിംഗ് മാളിന്റെ ബാക്ക് സൈഡിലായിട്ടാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് വരുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഈ ഒരു ഷോപ്പിംഗ് മാളിന്റെ അകത്ത് കയറി അകത്തൂടെ ബാക്ക് സൈഡിലൂടെ പുറത്തിറങ്ങാൻ പോവാം കേട്ടോ. ചൈനീസ് ന്യൂ ഇയർ സെലിബ്രേഷൻസ് ആണ് കേട്ടോ ഈ കാണുന്നതെല്ലാം. ഇവിടെ ഇപ്പോൾ എല്ലാ ഷോപ്പിംഗ് മാൾസിലും ഇങ്ങനെ ചൈനീസ് ന്യൂ ഇയറിൻ്റെ ഡെക്കോർസ് നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. ഇത് കണ്ടോ, എംസ്പിയർ ഷോപ്പിംഗ് മാൾ കണ്ടോ? ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. ആക്ച്വലി എൻ്റെ ഒരു ഫേവറേറ്റ് ഷോപ്പിംഗ് മാളാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് ഇവിടെ താഴെ പോകണം. താഴെ പോയിട്ട് ഗോർമേ മാർക്കറ്റിൻ്റെ അതുവഴി വേണം കേട്ടോ നമുക്ക് എക്സിറ്റ് ആവാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഇനി സപ്പോസ് എംസ്പിയറിൽ വന്നിട്ടാണ് ഈ ഒരു റെസ്റ്റോറൻറ്റിൽ പോകുന്നതെന്നുണ്ടെങ്കിൽ ഗോർമേ മാർക്കറ്റിൻ്റെ സൈഡിലുള്ള എക്സിറ്റിൽ കൂടെ ഇറങ്ങണം കേട്ടോ. ഈ ഒരു ഷോപ്പിംഗ് മാളിൽ നമ്മൾ എപ്പോൾ വന്നാലും എന്തെങ്കിലുമൊക്കെ ഒരു തീംഡ് ഡെക്കറേഷൻ ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ ഇത് ചൈനീസ് ന്യൂ ഇയറിൻ്റെ ആണ്. എക്സിറ്റ് കൂടെയാണ് നമ്മൾ ഇറങ്ങേണ്ടത് കേട്ടോ. ഇതിന് നേരെ ഓപ്പോസിറ്റാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് വരുന്നത്. യെസ്, കോക്കനട്ട്സ് ആൻഡ് കറി ലീവ്സ് ഇതേ കാണുന്നു. അതാണ് കേട്ടോ നമ്മൾ പോകുന്ന കട. അപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റ് വരുന്നത് സുഖുംവിറ്റ് 22-ലാണ്. ലൊക്കേഷൻ കറക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ എവിടെയാണ്? ഇത് SKNN ക്ലിനിക്ക് അല്ലെങ്കിൽ അർവാന റീജൻസി പാർക്ക് അല്ലേ? അതിനൊക്കെ അടുത്തായിട്ടാണ് കേട്ടോ വരിക. ഭാഗത്തേക്ക് പോയാലോ? അപ്പോൾ ഈ കാണുന്നതാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ്. ഇതൊരു കുഞ്ഞ് റെസ്റ്റോറൻ്റ് ആണ്, പക്ഷേങ്കിലും ഇവർ മെയിൻലി സെർവ് ചെയ്യാൻ പോകുന്ന ഡിഷസ് എന്ന് പറഞ്ഞാൽ കേരള ഡിഷസ് ആണ് കേട്ടോ. അതായത് നമ്മുടെ തനി നാടൻ പുട്ട്, കടല, പത്തിരി, ചിക്കൻ ബിരിയാണി തുടങ്ങിയ സാധനങ്ങളൊക്കെയാണ്. മാത്രമല്ല കേരള സ്നാക്സും ഒക്കെ ഇവർ സെല് ചെയ്യുന്നുണ്ടായിരിക്കും. കാരണം ഫ്രണ്ടിൽ ഒരു കണ്ണാടി കൂടൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മുടെ നാട്ടിലത്തെ നാടൻ തട്ടുകട പോലെ കുറേ സ്നാക്സ് ഒക്കെ വരുന്നതായിരിക്കും. ഇന്നിപ്പോൾ അത് സെറ്റ് ചെയ്തിട്ടില്ല, കാരണം ഇന്ന് ഓപ്പണിംഗ് ഡേ അല്ലേ. പിന്നെ അതേപോലെ ഈ ഒരു റെസ്റ്റോറൻറ്റ് ഫ്രണ്ടിൽ ഒരു സമോവർ ചായ കൗണ്ടറും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സമോവർ ചായ ബാങ്കോക്കിൽ കുടിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വന്നാൽ മതി. ചുമരിലെ പെയിന്റിങ്സ് ഒക്കെ കണ്ടോ, ബിരിയാണി ചെമ്പും ചായ അടിക്കുന്നതൊക്കെ പക്കാ തനി നാടൻ ഇമേജസ് ആണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല പുത്തൻ പ്ലേറ്റ്സ് ഒക്കെ എനിക്കുണ്ട്. കാണിച്ച ഐക്യ സ്റ്റോർ നേരെ ഓപ്പോസിറ്റ് എംസ്പിയർ മാളിലുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ അവിടെ പോയാൽ മതി. എന്താ പറഞ്ഞു? അഭി പറഞ്ഞു ബിരിയാണി ഒരു ബിരിയാണി, പിന്നെ ഫ്രൈ, ചിക്കൻ ഫ്രൈ. നമുക്ക് ചിക്കൻ്റെ മതി. അപ്പോൾ ചിക്കൻ നാടൻ ബിരിയാണി കേട്ടോ, നാടൻ ചിക്കൻ ബിരിയാണി, നാടൻ കോഴി ബിരിയാണി. ഓ, ഒരു ബിരിയാണി, ഒരു ചിക്കൻ ഫ്രൈ. അപ്പോൾ ഈ ചുമരിലൊക്കെ ഇങ്ങനത്തെ കുറേ ആർട്ട് വർക്ക്സ് ഉണ്ട് കേട്ടോ. അതേ നമ്മുടെ കഥകളി. അബിക്കൊരു മീറ്റിംഗ് ഉണ്ട്, അബി തിരക്കിലാണ്. ഞാൻ വിളിച്ചോണ്ട് വന്നേ കേട്ടോ. അപ്പോൾ ഈ കോംപ്ലിമെൻ്ററി ചായയാണ് കേട്ടോ. എല്ലാവർക്കും കിട്ടുമെന്ന് അറിയത്തില്ല, ഞങ്ങൾക്ക് കിട്ടി. അപ്പോൾ ഇതേ നമ്മുടെ ഫുഡ് വന്നു, ബിരിയാണി, ചിക്കൻ ഫ്രൈ, പിന്നെ എന്തോ ഒരു സംഭവം കൂടെ ഉണ്ട്, എന്താണെന്ന് അറിയത്തില്ല, ചോദിക്കട്ടെ. അപ്പോൾ ഇത് അഗൈൻ കോംപ്ലിമെൻ്ററി ആയിട്ട് തന്നെയാണ്. ഇത് അലീസ എന്ന് പറയുന്ന ഡിഷാണ്. അതായത് ഈ കണ്ണൂർ സൈഡിലൊക്കെ കല്യാണങ്ങൾക്കൊക്കെ കാണുന്ന ഒരു ഐറ്റം എന്നാണ് പറഞ്ഞത്. ആക്ച്വലി ഞങ്ങളിത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ കഴിക്കാൻ പോകുന്നത്. വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്.
സോഫ്റ്റ് ആയിട്ടുള്ള റൈസ് ആണ് കേട്ടോ. കൊള്ളാട്ടോ, ടേസ്റ്റ് ഉണ്ട്. കൊള്ളാവേ. ഇത് നാടൻ കോഴി ബിരിയാണിയാണ്. നമ്മൾ ആദ്യമായിട്ട് അത് കഴിക്കുന്നു. അല്ല, അത് നമ്മുടെ നാട്ടിലെ നാടൻ ബിരിയാണി കഴിക്കുന്ന പോലെ. നാട്ടിലെ നാടൻ ബിരിയാണി കഴിക്കുന്ന ടേസ്റ്റ് വൈസ് ഞങ്ങൾക്ക് രണ്ടാൾക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിൻ്റെ ചോറാണെങ്കിലും ഓവർ കുക്ക്ഡ് അല്ല, എന്നാൽ നല്ല സോഫ്റ്റ് ആണ് ആൻഡ് ഫ്ലേവർഫുൾ ആണ് കേട്ടോ. പിന്നെ ഈ സംഭവം അലീസ ഇത് നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ കഴിക്കാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് ഷുഗർ കൂടെ തന്നിട്ടുണ്ട്, അതിട്ട് കഴിക്കണം എന്നാണ് പറഞ്ഞത്. നോക്കാം. കണ്ണൂർ സൈഡൊക്കെ കല്യാണ സ്പെഷ്യൽ ഒരു ഐറ്റം ആണ് ഇതെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഉള്ളിയൊക്കെ വറുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനെ കഴിച്ചു നോക്കി. ഇത് ഫസ്റ്റ് ട്രൈ ആണ്, നമ്മുടെ രണ്ടാളുടെയും ഫസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ ഇത് മീറ്റ് ഉണ്ട്. മീറ്റ് എന്താണെന്ന് ചോദിച്ചപ്പോൾ ചിക്കൻ ആണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം, കാരണം ഞങ്ങൾ മട്ടൺ ഒന്നും കഴിക്കത്തില്ല കേട്ടോ. അപ്പോൾ ടേസ്റ്റ് ചെയ്യട്ടെ. ചിക്കന്റെ ഫ്ലേവർ ഒന്നും കിട്ടുന്നില്ല ചോറിന്. നെയ്യുടെയും ചോറിന്റെ ടേസ്റ്റ് മുന്നിൽ നിൽക്കുന്നത്. ചോറാണോ ഗോതമ്പാ? എന്തൊരു അരി പോലത്തെ ഒരു സാധനം. ഗോതമ്പായിരിക്കും. അപ്പൊ ഈ പുള്ളിയുടെയാണ് കേട്ടോ ഈ കാണുന്ന സംരംഭം. ആദ്യമായിട്ട് തുടങ്ങുന്ന റെസ്റ്റോറന്റ് എന്നാ പറഞ്ഞേ. പുള്ളി മംഗലാപുരംകാരനാണ് കേട്ടോ. പേരെങ്ങനെയായിരുന്നു? മഹസൂക്കല്ലേ, ആദ്യം അങ്ങനെ എന്തോ അല്ലേ ഫസ്റ്റ്. അപ്പൊ അതേ പലഹാര ഫുഡൊക്കെ ഉണ്ട് ഇവിടെ. വിത്തിന വീക്ക് സാധനങ്ങൾ വരും തോന്നുന്നു. പിന്നതേ പുറത്ത് കാണുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സമൂഹ ചായ കൊടുക്കുന്നതിൻ്റെ ഒരു തട്ടുകട പോലൊരു സംഭവം. അതവർ സെറ്റ് ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. ഇന്ന് ഫസ്റ്റ് ഡേ അല്ലേ. ഈ ഒരു സംഭവം പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ബാങ്കോക്കിൽ കാണുന്നത്, സമൂഹ ചായ കൊടുക്കുന്ന പോലത്തെ ഒരു സെറ്റപ്പ് ഒക്കെ. ഇതെന്തിനാ ഈ സംഭവം വെച്ചേക്കുന്നത്? ബുഫേ ആയിട്ടുണ്ടോ? ഓ ശരി, താങ്ക് യു. മീൻകൂരിയിലാണ് താമസം. പിന്നെ അവിടെ 2 വർഷം ഇവിടെ. താങ്ക് യു. അങ്ങനെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ പോവാട്ടോ. ബിരിയാണി നല്ലായിരുന്നു. ഞാൻ നാടൻ കോഴിയുടെ ബിരിയാണിയാണ് കേട്ടോ. നമ്മൾ നോർമലി എപ്പോഴും ബ്രോയിലർ ബിരിയാണിയാണ് കഴിക്കാറുള്ളത്. ഫ്രൈ കഴിച്ചതും കൊള്ളായിരുന്നു. ഫ്രൈ കൊള്ളായിരുന്നു, ക്രിസ്പി ആയിരുന്നു, ടേസ്റ്റ് ഉണ്ടായിരുന്നു, ചിക്കൻ സോഫ്റ്റ് ആയിരുന്നു. അലീസ അത് കണ്ണൂരുകാരുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞ സാധനം. അതിനകത്ത് ഇതാണ് ഗോതമ്പും ചിക്കനും കൂടി ഇട്ട് വേവിച്ച. ഫസ്റ്റ് ടൈം ആണ് കേട്ടോ കഴിക്കുന്നത്. കൊള്ളാം. അത് ആക്ച്വലി കഴിക്കുമ്പോൾ ചിക്കന്റെ ടേസ്റ്റ് ഒന്നും മീൻസ് മോർ ദാൻ ചിക്കൻ ഒരു നെയ്യുടെയും അല്ലേ. അതിനകത്ത് ആ ക്രീമി ടേസ്റ്റ് വരുന്നത് ചിക്കൻ ആണെന്ന് അറിയില്ല. ചിക്കൻ നല്ലപോലെ വേവിച്ച് മാഷ് ചെയ്ത് എടുത്തേക്കുന്ന രീതിയിൽ. അത് നമ്മൾ അങ്ങനെ കഴിക്കാത്തോണ്ട് അതിന്റെ ഒരു ചെറിയൊരു കമ്പയർ പറയാൻ അറിയത്തില്ല, കാരണം ആദ്യമായിട്ട് കഴിക്കുന്നത് കേട്ടോ. പക്ഷേ കൊള്ളാം, നമ്മൾ കഴിച്ചു. കൂടുതലും നമ്മുടെ ഗീയുടെ ടേസ്റ്റ് വരുന്നത്. നല്ല നെയ്യുടെ ടേസ്റ്റ് ഒക്കെ. ഗീ കാരണം അതിനകത്ത് ഈ ഉള്ളി വറുത്തും പിന്നെ മുന്തിരിങ്ങയൊക്കെ വറുത്തിട്ടേക്കുന്നതിന്റെ ആ ടേസ്റ്റ് പായസം കഴിക്കുന്ന പോലെ മധുരം ചേർത്ത് കഴിക്കുമ്പോൾ ഒരു പായസം കഴിക്കുന്നത്. ഷുഗർ നന്നായിരുന്നു, അപ്പൊ അത് ഇട്ട് കഴിക്കാനാ പറഞ്ഞത്. അപ്പം ഒരു പായസം കഴിക്കുന്ന പോലെ തന്നെയായിരുന്നു, ഒരു ഡെസേർട്ട് ആയിട്ട് അല്ലേ. അതെ. അപ്പൊ നമ്മളിപ്പോ തിരിച്ചു നടക്കും കേട്ടോ. നമുക്കിവിടുന്ന് നമ്മുടെ അപ്പാർട്ട്മെന്റിലേക്ക് ഒരു 15 മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ കേട്ടോ. ഇതെവിടെയാണ് മാരിയറ്റിന്റെ അപ്പാർട്ട്മെന്റ് ഉള്ളത്. അപ്പാർട്ട്മെന്റ് അല്ല, മാരിയറ്റിന്റെ ഹോട്ടലാണിത്. ഇതെല്ലാം മസാജ് സെന്റേഴ്സ് ആണ്. എന്ത് മസാജാവേ?
ഒരു മസാജ്. അതെന്തുവാ? അതെന്തുവാന്നറിയത്തില്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി ഒരു മസാജ് എന്താണ്. അപ്പോൾ ഈ സ്ട്രീറ്റിൽ കുറേ മസാജ് സെൻറ്റേഴ്സ് ഉണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം ലൈവിൽ വന്നിട്ട് ആരൊക്കെയോ മസാജിന് എവിടെ പോകാൻ ചോദിക്കുന്നുണ്ടായിരുന്നു. സോ ഇങ്ങോട്ടേക്ക് വന്നാൽ മതി. ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഫുഡും കഴിക്കാം, മസാജും ചെയ്യാം. ഡോമിനോസ് ഉണ്ട്, പിന്നെ എല്ലാ മുക്കിനും മൂലയ്ക്കും 7-Eleven ഷോപ്സ് ഉണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട്. പിന്നെ കുറച്ചുകൂടെ നടന്നാൽ നമ്മളുണ്ട്, നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് അവിടെയാണ്. അപ്പോൾ എന്താണേലും വളരെ കാഷ്വലായിട്ട് എടുത്തൊരു വ്ളോഗാണ് കേട്ടോ. ജസ്റ്റ് ആ ഒരു കട നിങ്ങളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് എടുത്തൊരു വ്ളോഗാണ്. ഇത് പെയ്ഡ് പ്രൊമോഷനൊന്നും അല്ല. ഓക്കെ അപ്പോൾ ഇതാണ് നമുക്ക് പറയാനുള്ള കാര്യം. അപ്പോൾ നമ്മളിനി തിരിച്ച് പോവാം കേട്ടോ. അപ്പോൾ ഈ ഓഫീസിൽ നിന്ന് വന്നിട്ട് നേരെ ഞാൻ വിളിച്ചുകൊണ്ട് വരുമായിരുന്നു. എൻ്റെയും ജോലി ജസ്റ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ഇനി പോയി റെസ്റ്റ് എടുക്കട്ടെ. അപ്പോൾ താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. അയ്യോ